മുട്ടം പണി എന്ന് വെച്ചാൽ മുട്ടം പണി. ഫുഡ് കഴിച്ചിട്ട് എച്ചിൽ പട്ടിക്കിട്ട് കൊടുക്കുമ്പോൾ പട്ടി നമ്മളെ പ്രാകണം ഗൈസ്. അതാണ് എൻ്റെ പോളിസി. ഈ പോക്ക് എങ്ങോട്ടാന്ന് വെച്ചാലേ നല്ല മൂക്കറ്റം തിന്നാനുള്ള പോക്കാണ്. ഈ ബെഞ്ചും ഡെസ്കും കടയുടെ ഉൾഭാഗം കണ്ടപ്പോഴേ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും കട ഏതാണ്. അല്ലെങ്കിലേ ദാ ഈ ചേട്ടൻ കൊണ്ടുവരുന്ന പൊറോട്ടയും മട്ടനും പപ്പടവും കൂടി കാണുമ്പോഴേ ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ടുള്ളവർക്ക് സ്ഥലം മനസ്സിലാകും. കാരണമേ പൊറോട്ടയോടെ പപ്പടം കിട്ടുന്ന സ്ഥലമേ എൻ്റെ അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ടും മനസ്സിലാകാത്തവർക്കേ ഞാൻ ഈ പ്ലേറ്റ് കാലിയാക്കുന്നിടം വരെ ഒന്ന് ക്ഷമിക്കും, ഞാൻ പറഞ്ഞു തരാം. മട്ടൻ കറിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ മണമടിച്ചിട്ട് ഒട്ടും എനിക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഈ മട്ടനെ നാടൻ മസാലയിൽ ഉണ്ടാക്കിയേക്കുന്ന കാരണമേ ഒരു നൊസ്റ്റാൾജിയ ഫീൽ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെ അമ്മമാർ ഈ ചിക്കനും ബീഫും മട്ടനും ഒക്കെ നാടൻ മസാലകളിലല്ലേ ഉണ്ടാക്കുന്നത്. ആ ഒരു ടേസ്റ്റ് ഞാനിവിടെ ആദ്യമായിട്ടല്ല കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത്. എല്ലാ പ്രാവശ്യവും എല്ലൂറുമ്പോഴേ മജ്ജ കിട്ടണമെന്നില്ല, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കിട്ടി ഗൈസ്. ഇവിടുത്തെ മട്ടൻ കറി മാത്രമല്ല, ഇവരുടെ എല്ലുകറി അടിപൊളിയാണ്. ഇവിടുത്തെ സ്പെഷ്യലായിട്ട് വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാമേ. വായിക്ക് രുചിയായിട്ട് ഫുഡ് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിലെ ഒരു പൊടിക്കട്ടനൂടെ കിട്ടിയാലേ ആഹാ സൂപ്പർ. അങ്ങനെ നമ്മൾ ഫൈനൽ റൗണ്ടിലോട്ട് പോവാണേ. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോഴേ അവസാനം കഴിക്കാനായിട്ട് 2 പീസ് മാറ്റി വെക്കുന്നത് എനിക്ക് പണ്ട് തൊട്ടുള്ളൊരു ശീലമാണ്. അങ്ങനെ ശീലമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലേ ഇതിലൊന്ന് മെൻഷൻ ചെയ്യണേ. അങ്ങനെ നോറ്റിരുന്ന അവസാനത്തെ പീസ് കഴിക്കുമ്പോഴേ പണി കിട്ടിയിട്ടുള്ള ചരിത്രവും നമുക്കുണ്ട്. അതെ ഗൈസ്, പണി കിട്ടി. എല്ലാ പ്രാവശ്യവും എന്നെ ചതിക്കുന്നത് ഇഞ്ചി കഷ്ണമാണെങ്കിൽ ഈ പ്രാവശ്യം എന്നെ ചതിച്ചത് മട്ടൻ്റെ എല്ലാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല. ഫുഡ് കഴിച്ചിട്ട് എച്ചിൽ പട്ടിക്കിട്ട് കൊടുക്കുമ്പോൾ പട്ടി നമ്മളെ പ്രാകണം ഗൈസ്. അതാണ് എൻ്റെ പോളിസി. ഓ ഇവള് വേറെ വെച്ച് തന്നെ എന്ന് വിചാരിക്കാൻ വരട്ടെ. ഓ അവിടെ നിന്നൊരു ചേട്ടൻ സിൽവർ കവറിനകത്ത് വാരി കിട്ടുന്ന സാധനമാണ് അടുത്ത ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. നല്ല അടിപൊളി വെട്ടുകേക്ക്. ഇത് തീരുന്നതനുസരിച്ച് ചൂടോട് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കും. ഇവിടുന്ന് ഫുഡ് അടിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴേ ഞാൻ ഇതിലൊരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ടേ പോകാറുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് പാഴ്സലും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കുവാണേ. അപ്പോൾ പാഴ്സൽ കണ്ടുകൊണ്ട് ശങ്കരൻകുട്ടി പറയുക പാഴ്സൽ അവൻ്റെയാണ്. അപ്പോൾ ഇതെവിടെയാണെന്ന് ചോദിച്ചാലേ ഇതാണ് സാക്ഷാൽ എഴുത്താണിക്കട. കൊല്ലം കൊട്ടാരക്കര റൂട്ടിലുള്ള ഈ കടയുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ, ഇനി നല്ലൊരു ഉറക്കം.